ഹലോ ഡിയേഴ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ നൈറ്റ് ഡ്രസ്സിൻ്റെ പാൻറ്റാണ് ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒന്ന് ക്ലോത്ത് ലെവൽ ചെയ്ത് വരയ്ക്കാം. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻറ്റ് തയ്യൽ തുമ്പ് കൊടുക്കുക. ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് വയ്ക്കാനുള്ള ബാൻഡ് സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 1/4 ഇഞ്ച് ഒരു പോയിൻറ്റും തയ്യൽ തുമ്പ് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ലെങ്ത്ത് എത്രയാണോ വരുന്നത് അത് അടയാളപ്പെടുത്താം. ഇവിടെ 30 ഇഞ്ച് ലെങ്ത്താണ് എടുക്കുന്നത്. 30 ഇഞ്ച് എടുത്തിട്ട് 30 ഇഞ്ച് അടയാളപ്പെടുത്തുക. 30 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് വണ്ണം നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 4/1 എടുത്തതിന് ശേഷം അതിനോടുകൂടി 2 ഇഞ്ച് ആഡ് ചെയ്ത് അടയാളപ്പെടുത്തുക. ഇവിടെ വന്നിട്ടുള്ള അളവ് 11 ഇഞ്ചാണ്. അത് അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്ന് 13 ഇഞ്ച് ക്രോച്ച് ലെങ്ത് അടയാളപ്പെടുത്തുക. എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്രോച്ച് നിർത്തുന്ന അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മുൻപോട്ട് മാറ്റി അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കർവ് വെച്ച് അധികം കുഴിക്കേണ്ട ചെറുതായിട്ടൊരു കർവ് കൊടുക്കുക. അതിനുശേഷം താഴത്തെ മെഷർമെൻറ്റ് വരുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ ഇച്ചിരി ലൂസ് വേണമെന്നുള്ളവർക്ക് ഒരു 10 ഇഞ്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ 8 ഇഞ്ച് ഞാൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 8 ഇഞ്ച് കൊടുത്തിട്ട് തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് കേട്ടോ നമുക്കത് വരച്ചെടുക്കാം. വേണ്ടി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഈ പീസ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിൽ ഇലാസ്റ്റിക് വയ്ക്കാനുള്ള ബാൻഡും താഴത്ത് അടിച്ചു മറിക്കാനുള്ള ക്ലോത്തും നമുക്ക് എടുക്കാം. അതായത് ഇപ്പോൾ നമുക്ക് ആദ്യം ഇലാസ്റ്റിക് വയ്ക്കാനുള്ള ക്ലോത്ത് കട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് 4 ഇഞ്ച് വീതിയും 12 ഇഞ്ച് നീളവുമുള്ള 4 പീസുകളാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. 4 ഇഞ്ച് വീതിയും 12 ഇഞ്ച് നീളവുമുള്ള 4 പീസുകൾ. ഈ 4 പീസുകൾ കട്ട് ചെയ്തെടുത്ത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. ഇതുപോലെ 12 ഇഞ്ച് നീളമുള്ള പീസ് 4 കട്ട് ചെയ്തെടുക്കുക. വീഡിയോ കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുതേ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് താഴത്ത് വെച്ചടിക്കാനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ക്ലോത്ത് ലെവൽ ചെയ്തതിന് ശേഷം അതിന് 4 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത്. 4 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളവുമാണ് വരുന്നത്. അത് കട്ട് ചെയ്തെടുക്കുക. അതും ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് താഴത്തെ വെച്ചടിച്ച് മറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഇച്ചിരി കട്ടി കിട്ടും. താഴത്തെ വശത്ത് ഇച്ചിരി നല്ല തിക്നെസ്സായിട്ട് കിട്ടിക്കോളും. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ടോപ്പ് നമ്മൾ ഈ ഒരു പീസിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇത് 3 മീറ്ററിൻ്റെ നൈറ്റി പീസാണ് കേട്ടോ. അപ്പം ഇതിൽ തന്നെയാണ് നമ്മൾ ടോപ്പും ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ക്ലോത്ത് ഒന്ന് ലെവൽ ചെയ്ത് വരച്ചിട്ട് ഷോൾഡറിൽ തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. ഷോൾഡർ വരുന്നത് 6.5 ഇഞ്ചാണ് ഷോൾഡർ. കൈയിറക്കം വരുന്നത് 6.5 ഇഞ്ചാണ്. അത് അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 1/2 ഇഞ്ച് ലൂസും, ഇത് നൈറ്റ് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ലൂസ് കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 ഇഞ്ച് ലൂസും കൊടുത്തിട്ട് ആ പോയിൻ്റ് അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ആം ഹോളിൻ്റെ പകുതി, നമ്മുടെ ആം ഹോൾ എത്രയാണോ വരുന്നത് അതിൻ്റെ പകുതി അടയാളപ്പെടുത്തുക. ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുഴിച്ച് വരയ്ക്കുക. നമ്മൾ കുഴിച്ച് വരച്ചതിന് ശേഷം നമ്മളത് മെഷർ ചെയ്ത് നോക്കണം. മെഷർ എടുക്കുമ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ കംപ്ലീറ്റ് മെഷർമെൻറ്റിൻ്റെ പകുതി എടുത്തിട്ട് അതിനോടുകൂടി 1/2 ഇഞ്ച് ആഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ കിട്ടുന്ന മെഷർമെൻറ്റ് എത്രയാണോ അതാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. അതിനുശേഷം നമുക്ക് ബസ് പോയിൻ്റ് അടയാളപ്പെടുത്താം. ബസ് പോയിൻ്റ് ഇവിടെ വരുന്നത് 9.5 ഇഞ്ചാണ്. ബസ് പോയിൻ്റ് വരുന്നത് 9.5 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടുത്തെ വണ്ണത്തിൻ്റെ 4/1 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. ഒരുപാട് തയ്യൽ തുമ്പ് കൊടുക്കണമെന്നില്ല, 1.5 ഇഞ്ച് മതിയാവും. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് ടോട്ടൽ ലെങ്ത്ത് ഇവിടെ വരുന്നത് 26 ഇഞ്ചാണ്. അപ്പോൾ ഈ 26 ഇഞ്ചിൻ്റെ അവിടെ 10 ഇഞ്ച് വീതിയാണ് കൊടുക്കുന്നത്. കാരണം നമുക്ക് താഴത്തെ വശത്ത് ഒരു ഇച്ചിരി അല്പം വീതി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് 10 ഇഞ്ച് കൊടുക്കുക. അതിനുശേഷം അവിടെ ഒരു ചെറിയ സ്ലിറ്റ് വയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുക. അതിനുശേഷം വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്. അവിടെ വെച്ചിട്ട് വേസ്റ്റിൻ്റെ വണ്ണത്തിൻ്റെ 4/1 1/2 ഇഞ്ച് ലൂസും കൊടുത്തിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. നമുക്കിനി ഇത് കൂട്ടി ജോയിൻ ചെയ്യാം. ഇത് കൂട്ടിച്ചേർത്ത് വരയ്ക്കുക. ഇതിങ്ങനെ വരച്ചതിന് ശേഷം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമുക്കിനി ഇതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലെ നെക്ക് നമുക്കിപ്പോൾ ചെയ്യുന്നില്ല. അത് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ വെച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം താഴത്തെ വശം തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൈയുടെ വണ്ണത്തിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ വണ്ണം എടുക്കാനായിട്ട്. വണ്ണം എടുക്കുക. എന്നിട്ട് താഴത്തെ പോയിൻറ്റിൽ
3.25 ഇഞ്ച് പോയിൻറ്റും നമ്മുടെ വണ്ണം വരുന്ന പോയിൻറ്റും കൂടി ചേരുന്ന പോയിൻ്റാണ് താഴെ വരുന്നത്, അത് അടയാളപ്പെടുത്തുക. അതിനുശേഷം വണ്ണത്തിൻ്റെ പകുതി 3.25 പകുതിയും ചേരുന്ന പോയിൻ്റാണ് മുകളിൽ വരുന്നത്, ആ പോയിൻറ്റും അടയാളപ്പെടുത്തുക. ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ഇതുപോലെ വരയ്ക്കുക. ഇതുപോലെ തന്നെ വെക്കണം കേട്ടോ, എന്നാലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതുപോലെ വെക്കുക. വെച്ചതിന് ശേഷം നമുക്ക് ടേപ്പ് ഉപയോഗിച്ച് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം, നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടിയിട്ടുണ്ടോ നോക്കുക. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ നീളം വരുന്ന 5 ഇഞ്ചാണ്. അപ്പോൾ ഇതിന് ഇച്ചിരി കൂടി സ്ലീവിന് നീളമുണ്ട്. അപ്പോൾ ഇതിൽ കിട്ടാത്തതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു ചെറിയ എക്സ്ട്രാ പീസ് ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് പ്രിൻറ്റഡ് ക്ലോത്ത് ആയതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ പീസ് വെച്ചാലും പെട്ടെന്ന് അറിയത്തില്ല. ഓക്കെ, ഇതുപോലെ തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുക. ഇനി അതിന് ശേഷം നമുക്ക് ലെങ്ത്ത് കറക്റ്റാക്കാൻ വേണ്ടി 10 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത്. ആ ലെങ്ത്ത് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആ ക്ലോത്തിൻ്റെ പുറത്തേക്ക് നമുക്ക് ആ ക്ലോത്ത് നമ്മളിപ്പോൾ വെട്ടിയ കൈയെടുത്ത് വെച്ചതിന് ശേഷം കറക്റ്റ് 10 ഇഞ്ച് മെഷർ ചെയ്യുക. 10 ഇഞ്ചും ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് അടയാളപ്പെടുത്തി വരച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഇത് പരസ്പരം ജോയിൻ ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബാക്ക് നെക്ക് വരയ്ക്കാം. അതിൽ 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് വരുന്നത്. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്തി. നെക്ക് ഇറക്കം 5 ഇഞ്ചാണ്. അതൊരു ബോക്സ് വരച്ചതിന് ശേഷം നമുക്കൊന്ന് കർവ് ചെയ്ത് വരയ്ക്കാം. എന്നിട്ട് താഴത്തേക്ക് ഒരു സ്കെയിലിൻ്റെ വണ്ണത്തിൽ, സ്കെയിലിൻ്റെ വണ്ണം മതിയാവും, അതിലൊരുപാട് വേണമെന്നില്ല. എന്നിട്ട് നമ്മൾ സ്കെയിൽ എടുത്തിട്ട് സ്കെയിലിൻ്റെ വണ്ണത്തിൽ ഒരു ചെറിയ ബോക്സ് വരച്ച് കൊടുക്കുക. ഇതുപോലെ ബോക്സ് വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ അയൺ ചെയ്ത് വേറൊരു ക്ലോത്തിൽ പിടിപ്പിച്ചാൽ മതി. അത് പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് എടുക്കാൻ നല്ലൊരു സുഖമായിരിക്കും. അതുകൊണ്ടാണ് ഇതിൽ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിലും ഇതുപോലെ തന്നെ 3 ഇഞ്ച് വിട്ട് കൊടുക്കുക. 6 ഇഞ്ചാണ് തയ്യൽ ഇറക്കം വരുന്നത്. അത് അടയാളപ്പെടുത്തി ഒരു ബോക്സ് വരയ്ക്കുക. അതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ഷേപ്പ് കൊടുക്കുക. ഇതുപോലത്തെ ഒരു ഷേപ്പാണ് കൊടുക്കുന്നത്. അത് കൊടുത്തതിന് ശേഷം സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ഒരു ബോക്സ് പോലെ വരയ്ക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു നൈറ്റ് ഡ്രസ്സാണ്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ കൂടി വേണേ. ഇത് വരുന്ന ഫ്രണ്ട് നെക്കാണ്, ഇത് ബാക്ക് നെക്കാണ്. ഓക്കെ, ഇനി നമ്മളിതൊരു ക്ലോത്തിലേക്ക് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ ആ കട്ട് ചെയ്തതിൽ നിന്ന് ഫ്രണ്ട് പാർട്ട് എടുത്ത് മാറ്റുക. അതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ കൈ ഒന്ന് കുഴിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് മുൻപിലേക്ക് മാറ്റി വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ പകുതി അടയാളപ്പെടുത്തുക. പകുതി അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് താഴത്തെ വരയിലേക്ക് ജോയിൻ ചെയ്യുക. ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് നമ്മൾ കുഴിച്ച് വെട്ടിയാൽ തന്നെ നല്ല കറക്റ്റായിട്ട് നമുക്കിത് സൈസിനനുസരിച്ച് കിട്ടും. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്ക് പിടിപ്പിക്കാം. നെക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ക്ലോത്തിൻ്റെ നല്ല വശം ഇതുപോലെ ഉതിർത്ത് വയ്ക്കുക. അതിലേക്ക് ഇതുപോലെ വേണം ക്യാൻവാസ് പേപ്പർ വയ്ക്കാൻ. ക്യാൻവാസ് വെച്ചിട്ട് അതിൻ്റെ അരികിലൂടെ തയ്ക്കുക. തയ്ച്ചെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. വളരെ നീറ്റായിട്ട് നമുക്ക് നെക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും ചെയ്തെടുക്കുക. ബാക്കിൽ ഇതുപോലെ ക്യാൻവാസ് വെച്ച് മറിച്ചടിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് മറിച്ചടിച്ച് കിട്ടും. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. അതിൽ നിന്ന് സ്ലീവ് എടുത്തിട്ട് സ്ലീവ് ഒന്ന് നമുക്ക് കുഴിച്ച് വെട്ടണം. അതിൽ നല്ല വശങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് മാറ്റി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസാണ് അറിയാൻ വേണ്ടിയിട്ട് അതിലൊരു ചെറിയൊരു കട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പിടിപ്പിക്കാം. ഇതുപോലെ പിടിപ്പിച്ചിട്ടുണ്ട്. അത് പിടിപ്പിച്ചിട്ട് നമ്മൾ ആ ഒരു ലെങ്ത്ത് കൂട്ടിച്ചേർത്തില്ലായിരുന്നു, അതും കൂടി അടിച്ച് ചേർക്കാം. അടിച്ച് ചേർത്തതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മടക്കി അടിച്ച് താഴത്തേക്ക് അടിച്ച് താഴത്തെ വശത്ത് ഒരു സ്ലിറ്റും കൂടി കൊടുത്താൽ ഓക്കെ ആയി. കണ്ടില്ലേ, നമ്മൾ ഈസി ആയിട്ട് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ടോപ്പൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ആ ഉള്ളിലേക്ക് വെക്കുന്ന ക്യാൻവാസ് പേപ്പറില്ല, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അടിച്ച് ഇടാം. അടിച്ചിടുന്നതിനേക്കാൾ ഭംഗി ജസ്റ്റ് ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് നൂലധികം പുറത്ത് കാണത്തില്ല. അപ്പോൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാം. പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ആദ്യം നമുക്ക് 2 വശത്തെയും ക്രോച്ചുകൾ അല്ലേ, 2 വശത്തെയും ക്രോച്ചുകൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ബാൻഡിന് വേണ്ടിയുള്ള പീസ് അതിലേക്ക് അറ്റാച്ച് ചെയ്യാം. അതായത് അറ്റാച്ച് ചെയ്തതിന് ശേഷം താഴത്തെ വശത്തും ഇതുപോലെ ക്ലോത്ത് വെച്ച് മറിച്ചടിക്കുക. എന്നിട്ട് നമുക്ക് ആ സെൻറ്റർ പാർട്ട് ജോയിൻ ചെയ്യാം. അതിനുശേഷം ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് ഇട്ട് കൊടുത്താൽ നൈറ്റ് ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.